നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. പെരുമഴയത്തും സമരവീര്യം ചോരാതെ ആശാ വർക്കർമാർ. MG റോഡ് പൂർണ്ണമായും ഉപരോധിച്ച് സമരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മൂന്നാം ഘട്ട സമരം വ്യാഴാഴ്ച മുതൽ. 3 നേതാക്കൾ അനിശ്ചിതകാല നിരാഹാരമിരിക്കും. ഓണറേറിയം ലഭിക്കുന്നതിനുള്ള 10 മാനദണ്ഡങ്ങൾ പിൻവലിച്ച് സർക്കാർ ഉത്തരവ്. ഇടുക്കി ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കടുവ വെടിയേറ്റ് ചത്തു. കടുവയെ വെടിവെച്ചത് വനപാലക സംഘത്തിനു നേരെ ചാടി വീണപ്പോൾ. പ്രാണരക്ഷാർത്ഥം വെടിവെച്ചെന്ന വനം വകുപ്പ്. കൊല്ലം കൊട്ടാരക്കരയിൽ തെരുവുനായ ആക്രമണം. 2 വയസ്സുകാരന്റെ മുഖം തെരുവുനായ കടിച്ചു കീറി. ആക്രമണം വീടിന് മുന്നിൽ അമ്മ ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ. ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. ആന എഴുന്നള്ളിപ്പ് പൂർണ്ണമായി തടയാനുള്ള നീക്കമെന്ന് കോടതി. സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും നിരീക്ഷണം. നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ച ആയുധമാക്കി പ്രതിപക്ഷം നിയമസഭയിൽ. ഗവർണറുടെ സാന്നിധ്യത്തിൽ നടന്നത് എന്താണ് ഔദ്യോഗിക കൂടിക്കാഴ്ചയെന്ന് ചോദ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള റിഹേഴ്സൽ എന്ന രമേശ് ചെന്നിത്തല. വെറുമൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് എന്ന് മുഖ്യമന്ത്രി. തീർത്തും ഒരു സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നു. മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഒരു നിവേദനം കൊടുക്കലോ അതിനുള്ളൊരു അവസരമാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാറ്റുകയല്ല ഞാൻ ചെയ്തത്. അത് വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നു. അതാണ് ഉണ്ടായത്. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ സർക്കാരിന് തിരിച്ചടി. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കി ഹൈക്കോടതി. തീരുമാനമെടുക്കാനുള്ള അധികാരം വഖഫ് ബോർഡിനും ട്രൈബ്യൂണലിനുമെന്ന് കോടതി. മറുപടി പറയേണ്ടത് സർക്കാരെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. യേശുദാസിന്റെ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനത്തിനായി പ്രക്ഷോഭത്തിന് ശിവഗിരി മഠം. കാലത്തിനോടും യേശുദാസിനോടും ചെയ്യുന്ന അനീതിയെന്ന് സ്വാമി സച്ചിദാനന്ദ. ഗുരുവായൂരിലും പൂജയിലും ആരാധനയിലും വിശ്വാസമുള്ള ഏതൊരു വ്യക്തിക്കും പ്രവേശനം കൊടുക്കും. യേശുദാസ് പരം ഭക്തനായ ആളാണല്ലോ. ഞാൻ ഗുരുവായൂരിൽ ഒരു ദിവസം പോകുന്നൊക്കെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയ ആളല്ലേ. ആചാര പരിഷ്കരണം ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം അടുത്ത മാസം. വിശദമായ വാർത്തയിലേക്ക്. പെരുമഴയെ അവഗണിച്ചും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ ഉപരോധ സമരം തുടരുകയാണ്. സമരത്തിനിടെ ആശാവർക്കർമാർ കുഴഞ്ഞു വീണു. ഇതിനോടകം 8 ആശമാരാണ് കുഴഞ്ഞു വീണത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. അതിനിടെ ആശമാർ മൂന്നാം ഘട്ട സമരം പ്രഖ്യാപിച്ചു. ഈ മാസം 20 മുതൽ സമരം ചെയ്യുന്ന 3 മുൻനിര നേതാക്കൾ അനിശ്ചിതകാലത്തേക്ക് നിരാഹാര സമരം ഇരിക്കുമെന്നാണ് പ്രഖ്യാപനം. ഡാൻ കുര്യൻ ചേരും. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ, നമ്മൾ കണ്ടതാണ് വൈകിട്ട് വരെ അല്ലെങ്കിൽ ഉച്ചവരെ പൊള്ളുന്ന വെയിലിനെ വകവെച്ചില്ല ആശമാർ. ഇപ്പോഴിതാ പെരുമഴയെയും വകവെക്കാത്ത പ്രകൃതിയോട് പോലും മല്ലിട്ടുള്ള ഒരു വലിയ സമരം, രാപ്പകൽ സമരത്തേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? കുറച്ച് ആശമാർ ഈ വെയിലേറ്റ് ആശുപത്രിയിലായിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? 6 പേരാണ് ഈ മണിക്കൂറുകൾ നീണ്ട ഉപരോധ സമരത്തിനിടെ കനത്ത വെയിലിൽ ശാരീരിക അസ്വസ്ഥങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. 5 പേരെ പോലീസ് എത്തി തന്നെ ആംബുലൻസിൽ മാറ്റി ഒരാളെ മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അവർക്കൊന്നും വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിനിടയിലാണ് ഈ വേനൽ ചൂടിന് ആശ്വാസമായി തലസ്ഥാനത്ത് വലിയ മഴ പെയ്തത്. ആ മഴയിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ MG റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് ആശാ വർക്കർമാരുടെ ഉപരോധം ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് 1-1.5 മണിക്കൂറായി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടർച്ചയായി റോഡിലിങ്ങനെ കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട് അതിനിടയിലാണ് മൂന്നാം ഘട്ട സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സമരത്തിന് നേതൃത്വം നൽകിയ മുതിർന്ന 3 നേതാക്കന്മാർ 20-ാം തീയതി അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങും. അതായത് ഒരു സഹന സമരത്തിന്റെ പാതയിലൂടെ എങ്ങനെയും സർക്കാരിനെ
സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിരാഹാര സമരം എന്ന ഒരു ആശയത്തിലേക്ക് അവർ എത്തുകയും 20-ാം തീയതി മുതൽ അത് ആരംഭിക്കാനുള്ള ഒരു തീരുമാനം ഇന്നത്തെ ഈ സമര പ്രഖ്യാപന ജാഥയിൽ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. പൊള്ളുന്ന വെയിലിനെയും കോരിച്ചൊരിയുന്ന മഴയെയും ഒന്നും വകവയ്ക്കാതെയുള്ള സമരാവേശം 36-ാം ദിനത്തിൽ എത്തി നിൽക്കുകയാണ്. തലസ്ഥാനത്ത് മഴ പെയ്തപ്പോൾ പോലും മഴയെ പോലും വകവയ്ക്കാതെയുള്ള ആശമാരുടെ സമരമാണ്, സമര പോരാട്ട വീര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മഴയത്ത് പോലും ഞങ്ങൾ ഒരടി പോലും പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ആശമാരെയാണ്, അവരുടെ പോരാട്ട വീര്യമാണ് അല്ലേ നമ്മൾ കാണുന്നത്. ഡാൻ, അതെ, തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മഴയും വെയിലും ഒന്നും തങ്ങൾക്ക് പ്രശ്നമല്ല, അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഈ സമരം അങ്ങനെ തന്നെ തുടരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് യാതൊരു ആവേശത്തിനും കുറവില്ലാതെ രാവിലെ 10:30-ക്ക് തുടങ്ങിയ സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടം ഉപരോധിച്ചുകൊണ്ടുള്ള സമരം ഇപ്പോഴും പുരോഗമിക്കുന്നത്. 6 മണി വരെയാണ് ഈ ഉപരോധ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മുമ്പത്തെ നിന്ന് വ്യത്യസ്തമായി കസേരകൾ MG റോഡിൽ നിർത്തിയിട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നുവെന്ന് പറയുമ്പോൾ എത്രമാത്രം തീവ്രതയാണ് ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ പ്രതിഷേധിക്കുന്നത് എന്ന കാര്യം അതിലൂടെ തന്നെ വളരെ വ്യക്തമാണ്. പോലീസ് പ്രകോപനം ഒന്നും സൃഷ്ടിക്കാതെ 2 വർഷങ്ങളിലായി കൂടി നിൽക്കുന്നുണ്ട്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതലായി വിന്യസിച്ചു വിട്ടുമുണ്ട് സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിൽ. അതിനപ്പുറത്തേക്ക് പ്രതിഷേധക്കാർ റോഡിന് ഇരുവശത്തും MG റോഡിന്റെ ഇരുവശവും ഗതാഗതം പൂർണ്ണമായി സ്തംഭിപ്പിച്ചുകൊണ്ട് റോഡിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ തുടരുന്നത്. ഈ 3-ാം ഘട്ട സമരത്തിലേക്ക് കടക്കുകയാണ് ആശമാർ എന്നുള്ള വിവരം രാവിലെ തന്നെ വന്നിരുന്നു. ഈ മാസം 20 മുതലാണ് ഈ സമരം നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ഈ സമരത്തിൽ എല്ലാവരും പങ്കെടുക്കുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ആശമാർ തീരുമാനിച്ചത്? എന്താണ് അതിന്റെ വിവരങ്ങൾ? ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. 3 പേരാണ് നിരാഹാര സമരം അനുഷ്ഠിക്കുക. മറ്റുള്ളവർ അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമാകും. 3 പേർ നിരാഹാര സമരം അനുഷ്ഠിക്കും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നവരുടെ എണ്ണം കൂടി വരും. ആ തരത്തിലായിരിക്കും പ്രതിഷേധം നടക്കുകയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനിശ്ചിതകാല സമരം 36-ാം ദിനത്തിലേക്ക് പിന്നിടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ സമര കവാടം ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടന്നത്. അതിന് പിന്നാലെയാണ് MG റോഡ് പൂർണ്ണമായി ഉപരോധിച്ചുകൊണ്ട് വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ആശാവർക്കർമാർ കടന്നിരിക്കുന്നത്. അതാണ് എന്തായാലും കനത്ത മഴയാണ് തലസ്ഥാനത്ത്. ആ മഴയെ പോലും വകവയ്ക്കാതെ പ്രകൃതിയോട് പോലും പോരാടിക്കൊണ്ടുള്ള ആശമാരുടെ സമരം ഇന്ന് 36-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് 3-ാം ഘട്ട സമരത്തിലേക്ക് ആശമാർ ഒരുങ്ങുന്നതിൽ 3 പ്രധാനപ്പെട്ട നേതാക്കൾ സമരമിരിക്കും എന്നുള്ള വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അതും നിരാഹാര സമരത്തിലോട്ട് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയെങ്കിലും കണ്ണു തുറന്നേ മതിയാകൂ അധികാരികൾ എന്ന് പറഞ്ഞുകൊണ്ട്, തങ്ങളെ കാണണം, തങ്ങളെ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സമര രീതിയിലേക്ക് മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നതാണ് കാണുന്നത്. ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് വലിയ മഴയാണ്. ആ മഴയെ പോലും വകവയ്ക്കാതെ, രാവിലെ ഉണ്ടായിരുന്ന കനത്ത പൊള്ളുന്ന വെയിലിനെ പോലും വകവയ്ക്കാതെയുള്ള സമര വീര്യമാണ് കാണുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി. ആശാസമരത്തെ അധികാരികൾ അനുഭാവപൂർവ്വം കാണണമെന്ന് ഓർത്തഡോക്സ് സഭ. കേരളത്തിൽ പണിയെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വേതനം നമുക്ക് അറിയാം. അവരെക്കാൾ മോശം സാഹചര്യത്തിലൂടെയാണ് ആശാവർക്കർമാർ കടന്നുപോകുന്നത്. മഹാമാരിക്കാലത്ത് അവർ ചെയ്ത സേവനങ്ങൾ മലയാളിക്ക് മറക്കാനാകില്ലെന്നും ബസേലിയൂസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ പറഞ്ഞു. കൊല്ലം കൊട്ടാരക്കരയിൽ 2 വയസ്സുകാരന്റെ മുഖം തെരുവ് നായ കടിച്ചു കീറി. അമ്മ ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ വീട്ടുമുറ്റത്ത് നിന്ന കുട്ടിയെ തെരുവ് നായ ആക്രമിക്കുകയായിരുന്നു. ഗുരുതര പരിക്ക് പറ്റിയ കുട്ടി തിരുവനന്തപുരം SATയിൽ ചികിത്സയിലാണ്. വിനീഷ് കൊട്ടാരക്കര ചേരുന്നു വിവരങ്ങളുമായി. വിനീഷ്, നമുക്ക് ആ കുഞ്ഞിന്റെ മുഖം അത് കണ്ടു നിൽക്കാൻ പോലും സാധിക്കുന്നതിന് അത്രമാത്രം ഭീതിതമായ ഒരു സാഹചര്യമാണ്. കുഞ്ഞിന്റെ മുഖം കടിച്ച് കീറിയിരിക്കുകയാണ് തെരുവുനായ. ഈ തെരുവുനായ ശല്യം ഈ കൊട്ടാരക്കര ഈ ഭാഗത്ത് കൂടുതലാണോ? ആ കുഞ്ഞിന്റെ ആരോഗ്യനില അതെങ്ങനെയുണ്ട് വിനീഷ്? ഭവ്യ, കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. വളരെ ഭീതി പരത്തുന്ന തരത്തിലുള്ള ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഒരു 2 വയസ്സ് മാത്രമേ ഈ കുഞ്ഞിന് പ്രായമുള്ളൂ. ഷൈൻഷാ അരുണിമ ദമ്പതികളുടെ മകനാണ്. ആദമനാണ് ഇങ്ങനെ ഒരു തെരുവുനായയുടെ ആക്രമണം
ഉണ്ടായത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കുട്ടി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതായത് കുട്ടിയുടെ അമ്മ കുട്ടിക്ക് ചോറ് കൊടുത്തിട്ട് വീടിനുള്ളിലേക്ക് കയറിയ സമയത്തായിരുന്നു ഒരു തെരുവുനായ വന്ന് കുട്ടിയെ കടിച്ചത്. കുട്ടിയുടെ കണ്ണിന് താഴെ ഭാഗത്തായിട്ട് വലിയ രീതിയിലുള്ള മുറിവാണ് ഏറ്റിരിക്കുന്നത്. ഉടൻ തന്നെ കുട്ടിയുടെ നിലവിളി കേട്ടാണ് ഓടിയെത്തുന്നത്. നാട്ടുകാരടക്കം ഓടിയെത്തുകയും ചെയ്തു. അങ്ങനെ കുട്ടിയെ പെട്ടെന്ന് തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ നിന്ന് തന്നെ SITയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ അപകടനില തരണം ചെയ്തതായിട്ടാണ് നമുക്കറിയുന്നത്. പ്രദേശത്ത് തെരുവുനായ ശല്യം ഉള്ള ഒരു പ്രദേശം തന്നെയാണ്. പക്ഷേ ഇത്തരം സംഭവം ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടാകുന്നതെന്നാണ് പ്രദേശവാസികളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും കുട്ടി ഇപ്പോൾ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഭവ്യ ഉള്ളത്. വിനീഷ് കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി. ഇടുക്കി ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കടുവയെ മയക്കുവെടി വെച്ചെങ്കിലും വനപാലക സംഘത്തിന് നേരെ ചാടി വീണ കടുവ വെടിയേറ്റതിനെ തുടർന്ന് ചത്തു. പ്രദേശത്തെ തേയിലത്തോട്ടത്തിന് ഉള്ളിലായിരുന്ന കടുവയെ വെറ്റിനറി ഡോക്ടർമാരായ അനുരാജിന്റെയും അനുമോദിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുവെടി വെച്ചത്. കടുവയ്ക്കായി കൂടുവെച്ച് കാത്തിരിക്കുന്നതിനിടെയാണ് ഇന്ന് പുലർച്ചെ വീണ്ടും ആക്രമണമുണ്ടായത്. പ്രദേശവാസികളുടെ പശുവിനെയും നായയെയും കടുവ കൊന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ലയത്തിനോട് ചേർന്നുള്ള വേലിക്ക് സമീപം തേയിലത്തോട്ടത്തിൽ കടുവയെ കണ്ടെത്തി. എന്നാൽ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ലാത്തതിനാൽ മറ്റൊരു സ്ഥലത്തേക്ക് കടുവ നീങ്ങിയ ശേഷമാണ് വെടിവെച്ചത്. പിന്നീട് കടുവയ്ക്കരികിലെത്തിയ ദൌത്യസംഘത്തിന് നേരെ 6 അടി ഉയരത്തിൽ നിന്ന് കടുവ ചാടി വീണു. ഇതേ തുടർന്ന് പ്രാണരക്ഷാർത്ഥം ദൌത്യസംഘം വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. എന്നാൽ കടുവയ്ക്ക് ആദ്യം മയക്കുവെടിയേറ്റെങ്കിലും കടുവ മയങ്ങാൻ സമയമെടുത്തു. ഇതേ തുടർന്നാണ് രണ്ടാമതും മയക്കുവെടി വെച്ചത്. തുടർന്നാണ് കടുവ ദൌത്യസംഘത്തിന് നേരെ ചാടി വീണത്. വനപാലക സംഘത്തിലെ മനുവിന് ശാരീരികമായി പരിക്കേറ്റില്ലെങ്കിലും ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മനുവിന്റെ ഷീൽഡില് അടിച്ച് ആ ഷീൽഡ് വലിച്ചു കീറി കടുവ. രണ്ടാമത്തെ അടി മനുവിന്റെ ഹെൽമെറ്റിലായിരുന്നു. ഹെൽമെറ്റ് പൊട്ടി താഴെ വീണു. മൂന്നാമത്തെ അടി മനുവിന്റെ തലയ്ക്ക് അടിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ നമുക്ക് ഫയർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ കടുവ ഡെത്തായിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. പിടികൂടിയ കടുവയ്ക്ക് ചികിത്സ നൽകാനുള്ള ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരുന്നു. കടുവയെ തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്ക് ഇതിനായി കൊണ്ടുപോകുന്നതിനിടെയാണ് കടുവ ചത്തത്. 3 തവണ വെടിയേറ്റതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് 18 ഇടുക്കി. ഉത്സവങ്ങളിൽ ആനയെഴുന്നള്ളിപ്പിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ കേരള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. പൂർണ്ണമായി ആനയെഴുന്നള്ളിപ്പ് തടയാനുള്ള നീക്കമാണ് ഹൈക്കോടതി നടത്തുന്നതെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ആനയെഴുന്നള്ളിപ്പ് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് ജസ്റ്റിസുമാരായ BV നാഗരത്ന, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ വിശ്വ ഗജസേന സമിതി എന്ന സംഘടനയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഗാനഗന്ധർവൻ യേശുദാസിനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ശിവഗിരി മഠം രംഗത്ത്. കാലം ഇത്രയും മാറിയിട്ടും യേശുദാസിനെ പോലെയുള്ള അതുല്യ കലാകാരന് ക്ഷേത്രത്തിൽ പ്രവേശനം നൽകാത്തത് കാലത്തിനോടും അദ്ദേഹത്തോടും ചെയ്യുന്ന അനീതിയാണെന്ന് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ഗുരുവായൂരിൽ എല്ലാവർക്കും വിശ്വാസമുള്ള എല്ലാവർക്കും പ്രവേശനം കൊടുക്കണം. ഗുരുവായൂരിലും പൂജയിലും ആരാധനയിലും വിശ്വാസമുള്ള ഏതൊരു വ്യക്തിക്കും പ്രവേശനം കൊടുക്കണം. യേശുദാസ് ഭക്തനായ ആളാണല്ലോ. ഞാൻ ഗുരുവായൂരിൽ ഒരു ദിവസം പോകുന്നൊക്കെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയ ആളല്ലേ. ആചാര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ശിവഗിരി മഠം അടുത്ത മാസം നടത്തുന്ന പ്രക്ഷോഭത്തിലെ പ്രധാന ആവശ്യമായി ഈ വിഷയം മുന്നോട്ട് വെക്കാനാണ് തീരുമാനം. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത്, ആചാര പരിഷ്കരണത്തിന്റെ ഭാഗമാണ് ശിവഗിരി മഠത്തിന്റെ ഈ നീക്കമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ശിവഗിരി മഠമാണ് ഈ ഒരു വിഷയം ഇപ്പോൾ കുറച്ചുകൂടി പ്രസക്തമാക്കി മുന്നോട്ട് കൊണ്ടുവരുന്നത് ഭവ്യ. കാരണം ആചാര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നേരത്തെയും സ്വാമി ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഷർട്ടിട്ട് പ്രവേശിക്കണം, അതിനുള്ള അനുമതി ഉണ്ടാകണമെന്ന കാര്യം മുന്നോട്ട് വെച്ചത് സ്വാമിയാണ്. അത്തരത്തിലുള്ള നിരവധി പരിഷ്കരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് വെക്കുന്ന സാഹചര്യമുണ്ട് ശിവഗിരി മഠം. ഈ വിഷയത്തിലും ഇപ്പോൾ ശിവഗിരി മഠം മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത മാസം ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആചാര പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭത്തിൽ KJ യേശുദാസിന് ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശനം നൽകണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കും എന്നാണ് സ്വാമി സച്ചിദാനന്ദ ന്യൂസ് 18 പറഞ്ഞത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, നേരത്തെ ഈ വിഷയം സജീവ ചർച്ചയായിരുന്നു. നിരവധി ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യേശുദാസിന് അനുകൂലമായി വന്ന സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ അദ്ദേഹം എടുത്ത നിലപാട് പലപ്പോഴും ഈ ഇത്തരത്തിൽ ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്ന ഭക്തന്മാരിൽ പ്രവേശനം നേടുന്നവരിൽ ഏറ്റവും അവസാനത്തെ ആളാകാൻ മാത്രമാണ് തനിക്ക് ആഗ്രഹം
പരിഷ്കരണം എന്നുള്ളതാണ്. പക്ഷേ ഈ വിഷയം ഇപ്പോഴും കാലാനുസൃതമായ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരികയാണ്. സർക്കാർ ഈ വിഷയത്തിൽ യേശുദാസിനൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ യേശുദാസിനെ പോലെയുള്ളവരെ വിശ്വാസികളെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് നിൽക്കണം എന്നാണ് ശിവഗിരിമഠം ആവശ്യപ്പെടുന്നത്. ഏതായാലും നമുക്കറിയാം ഈ വിഷയം നേരത്തെ വലിയ ചർച്ചയായിരുന്നു. ഇതിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സംഘടനകൾക്കിടയിൽ തന്നെ വ്യത്യസ്തമായ നിലപാടുകളുണ്ട്. ഹിന്ദു ഐക്യവേദിയും മറ്റും ഇതിനെ പിന്തുണയ്ക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ വിശ്വ ഹിന്ദു പരിഷത്ത് എതിർക്കുകയാണ്. ഒപ്പം തന്ത്രി സമാജവും ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പ് പലപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരമുണ്ട്. തന്ത്രിമാരാണ്, അതായത് ക്ഷേത്രത്തിലെ തന്ത്രിമാരാണ് ഇക്കാര്യം തീരുമാനിക്കുന്നത്. അതനുസരിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ എന്ന നിലപാടാണ് തന്ത്രി സമാജം സ്വീകരിക്കുന്നത്. ഏതായാലും ഈ വിഷയം ചർച്ചയാക്കുന്നതിലൂടെ കേരളത്തിൽ മറ്റൊരു കാര്യം കൂടി എടുത്തിടുകയാണ് ശിവഗിരിമഠം എന്നുള്ളതാണ്. സർക്കാരിൻ്റെയും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നവരുടെയും മറ്റും പിന്തുണ ശിവഗിരിമഠം ഉറപ്പാക്കാനുള്ള നീക്കം കൂടി നടത്തുന്നുണ്ട്. ഏതായാലും ഈ വിഷയം വീണ്ടും സജീവമായി ചർച്ചയാവുകയാണ്. ഭവ്യ. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി. മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി. വഖഫ് സംരക്ഷണ വേദി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഉത്തരവിട്ടത്. അപ്പീൽ നൽകാനാണ് സർക്കാർ തീരുമാനം. സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ വഖഫ് ഭൂമിയിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം വഖഫ് ബോർഡിനും ട്രിബ്യൂണലിനുമാണ്. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി. നിജസ്ഥിതി അന്വേഷണം അറിയിക്കാനാണ് കമ്മീഷനെ നിയമിച്ചതെന്ന് സർക്കാർ വാദിച്ചെങ്കിലും ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് അംഗീകരിച്ചില്ല. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ പൊതു താൽപര്യമില്ലെന്നും കോടതി കണ്ടെത്തി. മുനമ്പം സമരം പരിഹരിക്കാൻ സർക്കാർ കണ്ടെത്തിയ താൽക്കാലിക പരിഹാരമായിരുന്നു കമ്മീഷൻ നിയമനം. കോടതി വിധി തിരിച്ചടിയായതോടെ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയാണ് മുന്നിലുള്ളത്. സമരസമിതി സർക്കാരിനെതിരെ രംഗത്ത് വന്നു. ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ മുനമ്പത്തെ തീരപ്രദേശത്തെ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള ജനങ്ങൾ വളരെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനത്തിലൂടെ മുനമ്പത്തെ തീരപ്രദേശത്തെ ജനങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി തന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ എതിർപ്പ് മാറ്റി ജുഡീഷ്യൽ കമ്മീഷനുമായി 100% സഹകരിച്ചത്. ഇനി ഞങ്ങൾക്ക് ഒരു സഹകരണമില്ല. കമ്മീഷന്റെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഇനിയും ഈ കോടതി കയറിയിറങ്ങി സുപ്രീം കോടതിയിൽ വരെയും പോകാനായിട്ട് ഞങ്ങൾക്ക് ആവതില്ല. ബന്ധപ്പെട്ടവരിൽ ഹിയറിംഗ് നടത്തി അന്തിമ റിപ്പോർട്ട് നൽകാനിരിക്കെയാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ പ്രവർത്തനം തന്നെ കോടതി റദ്ദാക്കിയത്. തുടർ നടപടി സർക്കാർ തീരുമാനിക്കട്ടെ എന്നതാണ് കമ്മീഷന്റെ നിലപാട്. കമ്മീഷന്റെ നിയമനത്തിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതി കേസ് വന്നപ്പോൾ കമ്മീഷൻ തൽക്കാലത്തേക്ക് പ്രവർത്തനം നിർത്തിവെച്ചു. ഇപ്പോൾ കമ്മീഷന്റെ നിയമന സാധ്യത ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഇനി കമ്മീഷൻ മുമ്പോട്ട് പോകേണ്ടതില്ല. ഗവൺമെന്റാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഗവൺമെന്റ് അപ്പീൽ കൊടുക്കണോ എന്ത് വേണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കും. കണ്ടെത്തലുകളൊന്നും നടത്തിയിട്ടില്ല. തെളിവുകളൊക്കെ ശേഖരിച്ചു, കുറേ പേരെ കേട്ടു. പക്ഷേ കമ്മീഷൻ അതിനെക്കുറിച്ച് പഠിച്ച് തീരുമാനങ്ങളും ശുപാർശകളും റെഡിയാക്കി തീർന്നിട്ടില്ലായിരുന്നു. അതെല്ലാം ചെയ്യേണ്ട ആവശ്യം ഇനിയില്ലല്ലോ. കോടതി വിധി ഉണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കാനുള്ള ആലോചനകൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഏത് സ്വഭാവത്തിലുള്ള ഭൂമിയാണെങ്കിലും ഇത്രയും കാലമായി താമസിച്ചു കൊണ്ടിരിക്കുന്നവരുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഗവൺമെന്റ് ആലോചിച്ച് തീരുമാനമെടുക്കാൻ കഴിയും. ആ സാധ്യതയാണ് ഇപ്പോൾ കോടതി ഇല്ലാതാക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ അപ്പീൽ പോകാനായിട്ട് ഇപ്പോൾ ആലോചിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. മുനമ്പം കമ്മീഷനെതിരായ ഹൈക്കോടതി വിധിയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം. കോടതി വിധിയോടെ സർക്കാരിന്റെ കള്ളക്കളി പുറത്തായെന്ന് വി ഡി സതീശൻ പറഞ്ഞു. കൂടിയാലോചനകളിലൂടെ പരിഹരിക്കാവുന്ന വിഷയത്തെ സർക്കാർ ജാഗ്രതയോടെ കൈകാര്യം ചെയ്തില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. ഹൈക്കോടതി വിധി പിണറായി വിജയന്റെ മുഖത്തേറ്റ പ്രഹരമെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു. മുനമ്പം കമ്മീഷനെ നിയോഗിച്ചത് പിണറായി വിജയന്റെ മാടമ്പിത്തരമായിരുന്നുവെന്നും പി സി ജോർജും പറഞ്ഞു. വഖഫ് ബോർഡിനെ കൊണ്ട് കുഴപ്പമുണ്ടാക്കിച്ച് പ്രശ്നമുണ്ടാക്കിച്ച് അത് നീട്ടിക്കൊണ്ടുപോയി ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് എടുത്തത്. ഇനിയെങ്കിലും സർക്കാർ വേറെ തെറ്റായ വഴികൾക്ക് പോവാതെ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പെർമനന്റ് ടൈറ്റിൽ, എല്ലാത്തിനും പരിഹാരമായിട്ടുള്ള ഒരു നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. ഗവൺമെന്റ് കാണിച്ച കള്ളക്കളിയാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഞങ്ങൾ അന്നേ പറഞ്ഞു, ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷന് യാതൊരു തരത്തിലും പ്രവർത്തിക്കാനുള്ള അവകാശമില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം വോട്ടുകൾ മുഴുവൻ പെട്ടിയിലാക്കാൻ വേണ്ടി ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവര് നടത്തിയ ഒരു നീക്കമായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശം പിണറായി വിജയന്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ്. കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽപ്പെട്ട കാര്യം പിണറായി വിജയൻ ഏറ്റെടുക്കാൻ പറ്റും. മുനമ്പ് ഇഷ്യൂല് അവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് ഭൂമി കൊടുത്തേ മതിയാവും. അവർ പിണറായി വിജയൻ ചെയ്യേണ്ടിയിരുന്നത് അതിന് കക്ഷികളെ കൊണ്ട് അപ്പീൽ കൊടുപ്പിച്ച് അതിന്മേൽ കോടതി വിധി മേടിക്കണമായിരുന്നു. എന്നിട്ടൊരു കമ്മീഷൻ വെക്കുന്നതിനെ പറ്റി ആലോചിക്കണം. കോടതി വിധി എന്താണെന്നുള്ളത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും. മുനമ്പം പ്രശ്നത്തിൽ
ഗവൺമെന്റ് എടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത ഒരു നയപരമായ നിലപാട് അത് അവിടുത്തെ കൈവശക്കാർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ കോടതി ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്നുള്ളത് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം പറയാൻ കഴിയുള്ളൂ. ലഹരി കേസുകളിൽ പെടുന്നവരിൽ കൂടുതലും മതവിദ്യാഭ്യാസം നേടിയവരാണെന്ന് തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കെ ടി ജലീൽ. ഫേസ്ബുക്കിൽ വന്ന ഒരു കമന്റിന് മറുപടി എന്ന രീതിയിലാണ് ജലീൽ തന്റെ ഭാഗം വിശദീകരിച്ചത്. കഴിഞ്ഞ 6 മാസത്തിനിടെ പിടികൂടി 200 ലഹരിമരുന്ന് കേസുകളിൽ 61% മുസ്ലിം പേരുള്ളവർ ആണെന്നും അതിൽ 90% മതവിദ്യാഭ്യാസം നേടിയവരാണെന്നും ജലീൽ പറയുന്നു. താൻ ഇതുവരെ ലഹരി ഉപയോഗിക്കാത്തതും തെറ്റായ വഴിയിലൂടെ പോകാത്തതും മുൻപ് ലഭിച്ച മതവിദ്യാഭ്യാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണെന്നും ജലീൽ അവകാശപ്പെടുന്നു. മനോവിഷമം കാരണം സതുദ്ദേശപരമായാണ് താൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. കുട്ടികളും യുവാക്കളും തെറ്റായ വഴിക്ക് പോകുന്നത് തടയിടാൻ മതവിദ്യാഭ്യാസം വലിയൊരു ഘടകമാണ്. മതവിദ്യാഭ്യാസവും മാർക്കിന്റെ അടിസ്ഥാനത്തിലേക്ക് മാറ്റിയത് മൂല്യങ്ങൾക്ക് വ്യതിയാനം വരാൻ കാരണമായെന്നും ജലീൽ നിരീക്ഷിക്കുന്നു. പാതിവില തട്ടിപ്പിൽ 48,384 പേർ ഇരയായെന്ന മുഖ്യമന്ത്രി. 281 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു. സീഡ് തട്ടിപ്പുകാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങുന്നതാണ് പ്രശ്നമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ മലയാളികളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു. ജഡ്ജിമാർ പോലും പറ്റിക്കപ്പെടുമെന്ന് സ്പീക്കറും ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് നിരവധി പേരെ വാഗ്ദാനം നൽകി കബളിപ്പിച്ച പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 12/3/2025 വരെ 1343 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തട്ടിപ്പിന്റെ പ്രധാന സൂത്രധാരനായ അനന്തകൃഷ്ണൻ, രവി പന്നക്കൽ, ബഷീർ PP, റിയാസ്, മുഹമ്മദ് ഷാഫി, ആനന്ദകുമാർ എന്നിവരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 48,386 പേരിൽ നിന്നും 281,43,34,000 രൂപ വാങ്ങിയതിൽ 16,438 പേർക്ക് മാത്രമാണ് സ്കൂട്ടർ നൽകിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞപ്പോൾ വളരെ ശരിയായ ഒരു കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ ധാരണ നമ്മൾ വലിയ അതിബുദ്ധിമാന്മാരാണ്, മിടുക്കന്മാരാണെന്നൊക്കെയാണ് മലയാളികളുടെ പൊതുവായ ധാരണ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളും മലയാളികളാണ്. ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്ന ആളുകളും മലയാളികളാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അമിതമായ ആഗ്രഹമാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാക്കി കേരളം മാറുന്നത് എന്നുള്ള കാര്യം അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജഡ്ജിമാർ വരെ പറ്റിപ്പോകുന്നുണ്ട് സർ. തീർച്ചയായും ഇത് തന്നെയാണ് വലിയ പ്രശ്നം. അത് അങ്ങ് അതിന്റെ യഥാർത്ഥ വശം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നെ ഒന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ പറ്റിക്കുന്ന കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ അറസ്റ്റിൽ. പോലീസ് അനുമതിയില്ലാതെ പ്രതിഷേധിച്ചതിനാണ് അറസ്റ്റ്. സർക്കാരിന് കീഴിലുള്ള മദ്യവിപണന സംവിധാനമായ ടാസ്മാക്കിൽ 1000 കോടിയുടെ ക്രമക്കേടെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ചെന്നൈ എഗ്മോറിലെ ടാസ്മാക് ആസ്ഥാനത്തിന് മുന്നിൽ വെച്ച് പ്രതിഷേധം നടത്താനിറങ്ങിയ അണ്ണാമലയെ അക്കാറയിലെ വീടിന് സമീപത്ത് വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. അതേസമയം തമിഴ്നാട്ടിൽ BJP നേതാക്കൾ വ്യാപകമായി വീട്ടുതടങ്കലിലെന്നാണ് പരാതി ഉയർന്നത്. ഒരു സ്വപ്ന ലാൻഡിങ്ങിനുള്ള കാത്തിരിപ്പിലാണ് ലോകം. ബഹിരാകാശത്ത് നിന്ന് സുനിത വില്യംസും ബൂച്ച് വിൽമോറും ബുധനാഴ്ച പുലർച്ചെ ഭൂമിയിലെത്തും. കാലാവസ്ഥ അനുകൂലമായതിനാൽ നിശ്ചയിച്ചതിലും നേരത്തെയാണ് മടക്കയാത്ര. ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 3:27 ഫ്ലോറിഡ തീരത്ത് കടലിൽ അവർ ഇറങ്ങും. 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന സുനിത വില്യംസും ബൂച്ച് വിൽമോറും ഒപ്പം ബഹിരാകാശ സഞ്ചാരികളായ നിക് ഹേഗും അലക്സാണ്ടർ ഗോർബുനോവും. കാലാവസ്ഥയടക്കം പല ഘടകങ്ങളും അനുകൂലമായതോടെ മടക്കയാത്ര നിശ്ചയിച്ചതിലും മണിക്കൂറുകൾ നേരത്തെയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ക്രൂട്ടൺ അംഗങ്ങൾക്ക് ചുമതലകൾ കൈമാറി ഹാൻഡ് ഓവർ പ്രക്രിയ പൂർത്തിയാക്കി. ഇതോടെ ക്രൂ 9 മടങ്ങിവരുന്നതിന് ഹാച്ച് ക്ലോഷർ അടക്കം അന്തിമോരുക്കങ്ങൾ ഇന്ത്യൻ സമയം നാളെ രാവിലെ 8:30 ആരംഭിക്കും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിതയും സംഘവും ഭൂമിയിലേക്ക് എത്തുന്നതിന്റെ തത്സമയ സംരക്ഷണം ഉണ്ടാകുമെന്ന് നാസ അറിയിച്ചു. ചരിത്ര നേട്ടവുമായാണ് സുനിതയുടെയും ബുച്ച് വിൽമോറിന്റെയും മടക്കം. ബോയിംഗ് പേടകത്തിൽ പോയവർ സ്പേസ് എക്സിന്റെ സഹായത്തോടെ മടങ്ങുമ്പോൾ അതും പുതുചരിത്രം.
ബഹിരാകാശ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനുള്ള ശേഷി കൈവരിച്ചെന്ന സ്പേസ് എക്സിന് അഭിമാനിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലഹരി വ്യാപനം ചെറുക്കാൻ നാടെങ്ങും ബലവിരിച്ച് പോലീസ്. യുവാക്കളിൽ അക്രമവാസന വർദ്ധിക്കുന്നതിന് ലഹരി ഒരു കാരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. അതീവ ഗൌരവമുള്ള വിഷയമായാണ് സർക്കാർ ഇതിനെ കാണുന്നത്. ലഹരി തടയാൻ ഒറ്റക്കെട്ടായി നീങ്ങണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി സമൂഹത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണെന്നും ഫലപ്രദമായ ബോധവൽക്കരണം നടത്തണമെന്നും ഇടതുമുന്നണി കൺവീനർ ടി.പി. രാമകൃഷ്ണനും പറഞ്ഞു. കേരളം ലഹരി മാഫിയയുടെ പിടിയിലാണെന്ന് ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആരോപിച്ചു. യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന അക്രമോത്സുകതയ്ക്ക് വിവിധ കാരണങ്ങളുണ്ട്. ലഹരിയുടെ ഉപയോഗം ഇതിനൊരു കാരണമാണ്. പോലീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗിച്ച ശേഷം കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ലഹരിക്കിരയാകുന്നവര് അത് ഇരയായിട്ട് തന്നെ കാണണം. നമുക്കെല്ലാവർക്കും ഇക്കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയും. പൊതുസമൂഹത്തിന് ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമാണ് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ലഹരിക്കെതിരായ പ്രചാരണം, ലഹരി വർജനത്തിന് വേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അതിന്റെ ഭാഗമാണ് വിമുക്തിയുടെ രൂപീകരണം. ഈ പരിശ്രമം കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നടക്കേണ്ടത്. പ്രൊഫഷണൽ കോളേജുകളിലും റെഗുലർ കോളേജുകളിലും മാത്രമല്ല, UP സ്കൂളുകളുടെ പരിസരത്ത് പോലും മാരകമായ രാസലഹരികൾ യഥേഷ്ടം ലഭ്യമാവുന്ന ഏക സംസ്ഥാനം കേരളമാണ്. അതുവഴി ഉണ്ടാവുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന സ്ഥലമായിട്ട് കേരളം മാറിയിരിക്കുക. നേരിടാൻ ഒരു നടപടിയുമില്ല. കണ്ണിൽ പൊടിയിടാനുള്ള പോലീസ് നടപടികൾ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പ്രശസ്ത ഗാനരചയിതാവ് മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. നവമി ദിനേശ് ചേർന്ന വിവരങ്ങളുമായി. നവമി, പ്രശസ്ത ഗാനരചയിതാവാണ് അന്തരിച്ചിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? എപ്പോഴായിരുന്നു അന്ത്യം? വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയം മുമ്പ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഹൃദയാഘാതമായിരുന്നു. സമയത്ത് ഈ ആശുപത്രിയിൽ മകനും മകളും ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിക്കുകയും ചെയ്തത്. പ്രശസ്ത ഗാനരചയിതാവാണ്. 1975 ഇറങ്ങിയ അദ്ദേഹത്തിന്റെ അയലത്തെ സുന്ദരി എന്ന ഹരിഹരൻ ചിത്രത്തിലെ ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ എന്ന സംഗീതത്തിലൂടെയായിരുന്നു അദ്ദേഹം മലയാള സിനിമയിലേക്ക് എത്തിയത്. തുടർന്ന് ബാബുമോൻ എന്ന ചിത്രവും പുറത്തു വന്നു. ഹരിഹരന് വേണ്ടിയിട്ടായിരുന്നു മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ രചിച്ചത്. അദ്ദേഹത്തിന്റെ വരികൾ ഏറ്റവും കൂടുതൽ ഈണം പകർന്നത് MS വിശ്വനാഥനായിരുന്നു. കൂടാതെ 10ഓളം ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും രചിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറെ പ്രശസ്തമായ അദ്ദേഹം മറ്റ് അന്യഭാഷയിലെ ചിത്രങ്ങൾ അതെല്ലാം മലയാളത്തിലേക്ക് മൊഴിമാറ്റുകയും ചെയ്യുന്നത് മാങ്കൊമ്പ് ഗോപാലകൃഷ്ണനായിരുന്നു. ബാഹുബലി ഉൾപ്പെടെ 200ഓളം ചിത്രങ്ങളിൽ അദ്ദേഹം മലയാളത്തിലേക്ക് മൊഴിമാറ്റിയിരുന്നു. ബാഹുബലി 1, 2 ഒപ്പം തന്നെ RRR തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾ തെലുങ്കിൽ നിന്നും മൊഴിമാറ്റം ചെയ്യുന്നതായിരുന്നു അദ്ദേഹം. അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായിട്ട് ഏറെ ശ്രദ്ധേയമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. അങ്ങനെ മലയാള സിനിമയിൽ ഒരു പിടി നല്ല ഗാനങ്ങൾ നൽകിയ ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ മൺമറയുന്നത്. ഭവ്യ, മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ക്രിക്കറ്റ് സീസണിൽ അൺലിമിറ്റഡ് ഓഫറുകൾ പ്രഖ്യാപിച്ച് റിലയൻസ് ജിയോ. നിലവിലെ ഉപഭോക്താക്കൾക്കും പുതിയ ഉപഭോക്താക്കൾക്കുമാണ് എക്സ്ക്ലൂസീവ് ഓഫറുകളുള്ളത്. 90 ദിവസത്തെ സൗജന്യ ജിയോ ഹോട്ട്സ്റ്റാർ ടിവിയിലും മൊബൈലിലും 4K ക്വാളിറ്റിയിൽ ആസ്വദിക്കാം. ഈ സീസണിലെ എല്ലാ മത്സരങ്ങളും തികച്ചും സൗജന്യമായി കാണാം. ജിയോ സിമ്മും 299 രൂപയ്ക്കോ അതിന് മുകളിലോ ഉള്ള പ്ലാൻ ഉണ്ടെങ്കിൽ മുമ്പെങ്കും അനുഭവിക്കാത്ത തരത്തിൽ ഉപഭോക്താക്കൾക്ക് ഈ ക്രിക്കറ്റ് സീസൺ ആസ്വദിക്കാം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസ് കാണാം. ഹരികൃഷ്ണൻ ചേരും. നമസ്കാരം.